നമസ്കാരം. മുഖങ്ങൾ മുദ്രകളുടെ അരങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇത് വയനാട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജൈവികതയെയും മിഴിവുറ്റ ഒരു ചിമിഴിനുള്ളിൽ ഒതുക്കുന്ന അപാരതയുടെ ആത്മീയതയാണ് പച്ചത്തഴപ്പുകളിൽ മുങ്ങി നിൽക്കുന്ന ഈ ദേശത്തിൻ്റെ മുഖമുദ്ര. വിണ്ണും മണ്ണും അതിൻ്റെ പ്രാണമുദ്ര പതിപ്പിച്ച ഈ ദേശത്ത് പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയും അതിജീവനത്തിനായി വല്ലാതെ ഉഴലുന്ന ആദിമവാസികളായ ജനങ്ങളുടെ ജീവിതത്തെ പാലിൻ്റെ ധവളിമ കൊണ്ട് പുതുക്കിപ്പണിത് പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മലബാർ മേഖല മിൽമ. വയനാട്ടിലെ സുഗന്ധഗിരിയിലാണ് ഇന്ന് ഇന്ത്യയൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഈ ട്രൈബൽ പ്രോജക്റ്റ് മിൽമ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് സുഗന്ധഗിരി എന്ന് പറയുന്ന വയനാട്ടിലെ പ്രദേശത്തുള്ള ട്രൈബൽ പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പശു വളർത്തൽ പദ്ധതി എന്ന് നമുക്ക് പെട്ടെന്ന് പറയാമെങ്കിൽ ഇത് പശു വളർത്തലിന് അപ്പുറമുള്ള ഒരു പദ്ധതി എന്ന് വേണം അനുഭവത്തിലൂടെ നമ്മൾ കാണുവാൻ. സുഗന്ധഗിരി എന്ന് പറയുന്നത് മുമ്പ് അവിടെ ആദിവാസികൾക്ക് വനഭൂമി പതിച്ചു നൽകുകയും അവർക്ക് അവിടെ കൃഷി ചെയ്ത് ജീവിക്കത്തക്ക രീതിയിൽ ഓരോരുത്തർക്കും 5 ഏക്കർ, ഒരു കുടുംബത്തിന് 5 ഏക്കർ എന്ന തലത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വികസന പദ്ധതിയായിരുന്നു. പക്ഷേ അനുഭവത്തിൽ കണ്ടത് ഈ വനവിഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കൃഷി കൊണ്ടോ മാത്രം ഇവർക്ക് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി വേണ്ടത്ര ഉയരുന്നില്ല എന്ന് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഇവരെ കുറച്ചുകൂടി സ്വാശ്രയത്വത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പരിപാടി എന്ന നിലയ്ക്കാണ് ഈ സുഗന്ധഗിരി ഡയറി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മിൽമയെ ഏൽപ്പിച്ചത്. മിൽമയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ മിൽമ ഒരു സർക്കാർ വകുപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു സാധാരണഗതിയിൽ ആൾക്കാർ മിൽമയെ ഒരു പാൽ കമ്പനി എന്നാണ് കാണുക. പക്ഷേ മിൽമയ്ക്കൊരു വികസന ദൗത്യമുണ്ടെന്നും ആ ദൗത്യം ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുമുള്ള ഒരു ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് സർക്കാർ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങളെ ഈ പരിപാടി ഏൽപ്പിച്ചത്. മിൽമ ഇത് നടപ്പിലാക്കുന്നതിൽ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടിലൂടെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അത് വളരെ വിജയകരവുമായിരുന്നു. കേരളം ഇന്ന് പാലിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ന് കേരളത്തിൽ 3000-ലധികം ക്ഷീര സഹകരണ സംഘങ്ങളുണ്ട്. അവയുടെ മേഖലാ യൂണിയനുകളും അപ്പെക്സ് ബോഡിയായ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനുമെല്ലാം ചേർന്ന് ശുദ്ധമായ പാൽ സംഭരിക്കുകയും അവയുടെ വിതരണം ഏറ്റെടുക്കുകയും ചെയ്തു പോരുന്നു. ആ ദൗത്യങ്ങളുടെ തുടർച്ചയാണ് മിൽമയുടെ സുഗന്ധഗിരി പ്രോജക്റ്റ്. ഇത് ഈ പദ്ധതികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മിൽമ എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനം, അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സഹകരണ സ്ഥാപനമാണ്. അത് നമുക്കറിയാം, കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് സംഭരിച്ച് സംസ്കരിച്ച് വിപണനം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അതിന് സ്ഥിരമായ വിലയും സ്ഥിരമായ വിപണിയും ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമായ ഒരു കാര്യമാണ്. ഒരു ഉപഭോക്താവും അതുപോലെ തന്നെ ഉൽപ്പാദകനും ഒരു നാണയത്തിൻ്റെ
രണ്ട് വശങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് എല്ലാ വിഭാഗം ആളുകൾക്കും സാധ്യമായ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ തൊഴിലിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് മിൽമ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത്തരം പദ്ധതികൾ വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയും, അതോടൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗം ഇതിലൂടെ സാധ്യമാകുന്നു എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയെ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ അഭിമാനിക്കാൻ മറ്റൊന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് പദ്ധതികൾ ഇതുമാതിരിയിൽ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഇത്തരം പദ്ധതികൾ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ കേരളത്തിൻ്റെ പാലിൻ്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നമുക്കറിയാം സമൂഹത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഇനിയും അതിനെപ്പറ്റി ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മിൽമ എന്ന സഹകരണ പ്രസ്ഥാനത്തിന് കഴിയും. അതാണ് ആനന്ദ മാതൃക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയം. ഇത് ഒരു നേർക്കാഴ്ചയാണ്. തകർന്ന കുറേ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നേർക്കാഴ്ച. 1976 ആരംഭിച്ച സുഗന്ധഗിരി കാർഡമം പ്രോജക്റ്റ് എല്ലാ ആദിവാസി മേഖലയിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെയും പോലെ പരാജയപ്പെട്ടുപോയ ഒരു പദ്ധതിയാണ്. ഒരു ജനതയെ വീണ്ടും വീണ്ടും പാതാളത്തിലേക്ക് തള്ളിയിടുന്ന ദുർവിധി. മാനന്തവാടിയാണ് സ്വദേശം. അവിടുന്ന് സുഗന്ധഗിരി കാർഡമം പ്രോജക്റ്റിലേക്ക് ജോലിക്ക് വരികയും അന്ന് 1500 ഹെക്ടർ ഭൂമിയിൽ 750 ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ എരിവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ആരംഭിക്കുന്നത് 1976 നവംബർ 10-ാം തീയതിയാണ്. ഞാൻ 77 മുതൽ ഞാൻ ഇവിടെ വന്നു ജോലി ചെയ്യുന്നു. അതിൻ്റെ വ്യവസ്ഥ വയലോൽ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ അടിമവേലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി വീതം പതിച്ചു കൊടുത്തുകൊണ്ട് അതിൽ ഏലം കൃഷി ചെയ്ത് മറ്റ് എല്ലാ അനുയോജ്യമായ കൃഷികൾ ചെയ്ത് 5 വർഷത്തിന് ശേഷം അവർക്ക് പതിച്ചു കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ വയലോൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇതിൻ്റെ ആരംഭവും. അതിനെ ഒരു ഗിരിജൻ സൊസൈറ്റി രൂപീകരിക്കുകയും ആ ഗിരിജൻ സൊസൈറ്റിയിൽ ഈ ആദിവാസികളെല്ലാം മെമ്പേഴ്സായി ചേരുകയും ചെയ്തു. അങ്ങനെ 25 വർഷം പിന്നിട്ടപ്പോഴും ഈ കാര്യം 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് 25 വർഷം കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം സാമ്പത്തികമായ പല തകർച്ചകളും സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളും വേണ്ടത്ര കിട്ടാതെ വന്നു. ഇവിടെ നിന്നുള്ള ഉൽപ്പാദനം കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആദിവാസികളായ മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഭൂമി വിട്ടുതരാനുള്ള നടപടി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭൂമി വിട്ടുകിട്ടിയിട്ടും വനവിഭവങ്ങൾ കൊണ്ടൊന്നും ജീവിക്കുവാനാകാത്ത ജനതയുടെ ഇടയിലേക്കാണ് വളരെ ആസൂത്രണത്തോടെ മിൽമ കടന്നു ചെല്ലുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയതൊരു കാര്യം, നമ്മൾ ആരെ വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ആ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾക്ക് ആ പരിപാടികൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ വേണം. മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അവരുടെ മേളിൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് പദ്ധതി വിജയിക്കില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തത് ഈ പദ്ധതിയുടെ ഗ്രാമതല പ്രവർത്തകരെല്ലാം തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവിടെ സുഗന്ധഗിരിയിൽ താമസിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന അവരിൽപ്പെട്ട അഭ്യസ്തവിദ്യരായ ആൾക്കാരെയാണ് ഞങ്ങൾ ഫീൽഡ് വർക്കിൽ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് ഗവൺമെൻറ് ഞങ്ങൾ കൊടുത്ത പ്രോജക്റ്റിലെ തന്നെ ഒരു നിബന്ധന അങ്ങനെയായിരുന്നു. 5 വനിതകളെയും 2 പുരുഷന്മാരും അടങ്ങുന്ന ഒരു ടീമിനെ ഞങ്ങൾ അവരിൽ നിന്ന് തിരഞ്ഞെടുത്തു. രണ്ടാമതെടുത്ത പ്രത്യേകമായ നിലപാട്, ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥന് അവരോടൊപ്പം താമസിക്കുവാൻ. അവിടെ ഒരു പൊളിഞ്ഞ ഒരു പഴയ ഓഫീസുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ പഴയ ഒരു ഓഫീസായിരുന്നു. അത് ഈ പദ്ധതിയിൽ ഒരു പ്രത്യേക തുക വകയിരുത്തി അതൊക്കെ ഞങ്ങളൊന്ന് പുനരുദ്ധരിച്ചെടുത്തു, നല്ല ഒന്നാം തരം ഒരു കെട്ടിടമാക്കി മാറ്റി. അപ്പോൾ അവിടെ അതിൻ്റെ ഓഫീസ്
അവിടെ തന്നെയാണ്, അവരുടെ ഇടയിൽ തന്നെ. എപ്പോഴും അവർക്ക് വരികയും കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ അവരുടെ ഇടയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇതിനായിട്ട് മാത്രം ഒരു ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്ത് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അപ്പോൾ അവരോടൊപ്പം നിന്ന് അവരുടെ തന്നെ മെമ്പർമാരിലൂടെ ആണിത് കൈകാര്യം ചെയ്തത്. അപ്പോൾ തന്നെ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ ഞങ്ങളുടെ മാനദണ്ഡം ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന, ഞങ്ങൾ പരിശീലനം കൊടുത്ത് വിട്ട ചെറുപ്പക്കാരെ, വലിയ വികസന സ്വപ്നങ്ങൾ അവരിലേക്ക് ഞങ്ങൾ സന്നിവേശിപ്പിക്കുകയും ആ വികസന സ്വപ്നങ്ങളുമായിട്ട് അവരവിടെ ചെല്ലുകയും അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ദൗത്യബോധത്തോടുകൂടി അവരോടൊപ്പം പോയി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും നല്ല ഗുണഭോക്താക്കളെ, ഈ പശുവിനെ വാങ്ങിയാൽ അത് പരിപാലിക്കാനും കൊണ്ടു നടത്താനും അറിയാവുന്ന ആൾക്കാർ, അതാണ് ഞങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത്. അങ്ങനെയുള്ളവരെ മാത്രമാണ് സെലക്ട് ചെയ്തത്. തുടർന്നുണ്ടായത് അത്ഭുതാവഹമായ കാര്യങ്ങളായിരുന്നു. കൃഷി ചെയ്താൽ ജീവിച്ചു പോകുവാനാകാത്ത ഒരു ജനതയുടെ മുന്നിൽ ഒരു പുതിയ തൊഴിലവസരം. കന്നുകാലി വളർത്തലിലൂടെ മിൽമ അതിൻ്റെ സാധ്യതയാണ് അവർക്ക് മുന്നിൽ തുറന്നുകൊടുത്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആദിവാസികളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ തിന്ന് കഴിച്ച് ദിവസം കഴിച്ചു കൂടുന്ന ആളുകളാണ്. അപ്പം കുറേ ആളുകളെ എങ്ങനെ അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ആ ഒരു മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ ധാരാളം പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമൂഹത്തിലൊരു കാതലായ മാറ്റം വരുത്തണമെന്നുള്ള ആഗ്രഹത്താലാണ് വലിയൊരു ബൃഹത് പദ്ധതി എന്നുള്ള നിലയിൽ ഏകദേശം 233 ലക്ഷം രൂപയുടെ പദ്ധതി മിൽമയെ ഏൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും മലബാർ മേഖലാ യൂണിയനെ ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേക പ്രൊജക്റ്റിൽ അതിനെ മാറ്റപ്പെടുത്തുക ചെയ്തു. അതുകൊണ്ട് വരുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പരമാവധി അവർ ഈ പശുവിൻ്റെ പുറകെ തന്നെ നിന്നോടും. അവർക്കൊരു തൊഴിലായി. ആ തൊഴിലിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വലിയ ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ ഒരു 400 ലിറ്റർ പാല് ഇവരുടെ മേഖലയിൽ തന്നെ നമ്മൾ കൊടുത്ത പശുക്കളെ കൊണ്ട് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ 250 ലിറ്റർ പാല് മാത്രമേ അവർ മിൽമയ്ക്ക് നൽകുന്നുള്ളൂ. ബാക്കി 150 ലിറ്റർ പാലും അവരുടെ കുട്ടികൾക്കും കുടുംബത്തിലെ അംഗങ്ങളും പോഷകാഹാര സമൃദ്ധിക്ക് വേണ്ടി അത് മാറ്റപ്പെടാൻ സാധിക്കുന്നുണ്ടെന്ന് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, ഒരു പശു അതിന് തക്കതായ തൊഴുത്ത്, അതിന് ഒരു മാസം 4 ചാക്ക് കാലിത്തീറ്റ, അതിൻ്റെ മിനറൽ മിക്സർ, മറ്റെല്ലാവിധ കാര്യങ്ങളും നമുക്ക് സൗജന്യവും കൂടെ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും കുടുംബങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അങ്ങനെ വരുമ്പം അവരുടെ ദാരിദ്ര്യം, പട്ടിണി, പിന്നെ ഈ മദ്യാസക്തി ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് വയനാട്ടിലുള്ള ആളുകളെ അവർക്കൊക്കെ അരോഗദൃഢഗാത്രരാണെന്നുള്ള പറയപ്പെടുന്നത്, അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വലിയൊരു പ്രചോദനമായി എന്തായാലും ഈ പ്രൊജക്റ്റ് കൊണ്ട് സാധിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഈ ഡയറി സെക്ടറിലേക്ക് ഞങ്ങൾ മാറിയതാണ് പ്രധാനമായിട്ട്. പിന്നെ അതുപോലെ തന്നെ വിഷമുക്തമായ പച്ചക്കറി, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്രയും കാര്യമായ രീതിയിൽ നല്ല പുരോഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും പൂർണ്ണമായിട്ടും അതിനോട് സഹകരിക്കുന്നു, നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു ഇപ്പോഴും. കാലികളെ പരിചരിക്കുന്നത് ഒരു ജീവിതമാർഗം മാത്രമല്ല എന്നും അതിലൂടെ മാനസികവും ആരോഗ്യകരവുമായ ഒരു ചര്യയെ കൂടി സൃഷ്ടിച്ചെടുക്കലാണെന്നും ഇവർ പതുക്കെ പതുക്കെ മനസ്സിലാക്കുവാൻ തുടങ്ങി. പുല്ലിന്റെ സമൃദ്ധിയും വിശാലമായ പറമ്പുമെല്ലാം കാലികൾക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറി. അങ്ങനെ സമയം മാറി സഞ്ചരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ഈ പ്രൊജക്റ്റ് നടപ്പാക്കാൻ തുടക്കത്തിൽ ഒരുപാട് വൈതറികൾ വന്നു. സാധാരണ പല ഇടനിലക്കാരും ഈ രംഗത്ത് കൈയാളുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചിച്ചുറച്ച ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഈ പദ്ധതി എത്ര രൂപ വകയിരുത്തിയിട്ടുണ്ടോ അത്രയും തന്നെ ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈവശം മാത്രമേ എത്താവൂ എന്നും, ഇടനിലക്കാർ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു പ്രവൃത്തിയാക്കി ഇത് മാറ്റി ഇതിൽ പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇതൊരു ഉപജീവന മാർഗമായി കണ്ട് അവരുടെ ജീവിതം മൊത്തത്തിൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്രദമാക്കണമെന്നൊരു മുൻവിധി നമുക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് നീക്കി. തുടക്കത്തിൽ ചില എതിർപ്പുകൾ ഉണ്ടായെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മിൽമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാവുകയും അവരൊന്നടങ്കം നമ്മളെ പിന്നിൽ അണിചേരുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഞങ്ങൾ ഇതിനെ കോർത്തിണക്കുന്നതിന് വേണ്ടി നല്ലൊരു ശ്രമം നടത്തി വിജയിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ നമ്മൾ സഹായിച്ചത് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി, മൃഗസംരക്ഷണ വകുപ്പ്, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നവർ
പൂർണ്ണ സഹകരണം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പശുക്കളുടെ അസുഖം മറ്റും വരുന്ന സമയത്ത് സമയാസമയങ്ങളിൽ അതിലെ ചികിത്സ നടത്തുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി നമുക്ക് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഇതിൽ നിന്നൂടെ കിട്ടുന്ന വരുമാനം ഒന്നും കളയാതെ അവർ ഒരു ജീവിത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഇതിനെ കാണാൻ സാധിച്ചു, ഉപയോഗിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം അവരുടെ കുടുംബത്തിലെ വരുമാന വർധനയ്ക്കൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനും കൂടി മെച്ചപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചു. മുൻപരിചയമൊന്നുമില്ലാത്ത മനുഷ്യരായിരുന്നു ഇവിടെ ഈ പദ്ധതിയിൽ പങ്കാളികളായി എത്തിയവരിൽ ഭൂരിഭാഗം പേരും. പക്ഷേ അവരുടെ മനസ്സും ശരീരവും ഈ ജീവിതത്തിന് വളരെ വേഗം ഇണങ്ങുകയും അതിൽ ഒരു പുതിയ വഴി ഇവർ കണ്ടെത്തുകയും ചെയ്തു. നേരത്തെ പശുക്കളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ വന്ന ഇത് കിട്ടിയതിന് ശേഷമാണ് കറവ പഠിച്ചതും പിന്നെ ഇതിനെ പരിപാലിക്കാനുള്ള എല്ലാ പിന്നെ നിബന്ധനകളും അതുപോലെ തന്നെ നല്ല ക്ലാസ് പിന്നെ മിൽമേൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ഓഫീസർമാർ വന്നിട്ട് നല്ല ക്ലാസ്സൊക്കെ തന്നിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾക്ക് തൊഴുത്തായിട്ടുള്ള സാമ്പത്തിക സഹായം കിട്ടി 25,000 രൂപ. അതുകൂടി തൊഴുത്തൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പശുവിനെ സ്വന്തമായിട്ട് നല്ല പശുവിനെ നോക്കി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിബന്ധന. ഞങ്ങൾ 1 മാസത്തോളം നടന്നു നല്ല പശുവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാക്കവയലിൽ നിന്നാണ് ഞാൻ പശുവിനെ കൊണ്ടുവന്നത്. അതുതന്നെയായിരുന്നു മിൽമ പ്രതീക്ഷിച്ചതും കാത്തിരുന്നതും. അതിലേക്ക് വളരെ വേഗം എത്തുകയായിരുന്നു. കാടും കാട്ടറിവുകളും മൃഗങ്ങളും മൃഗപരിപാലനവുമെല്ലാം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു ജനത. ഞങ്ങൾ പിന്നെ സൊസൈറ്റിയിൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ സൊസൈറ്റിയൊക്കെ ഇപ്പോൾ പൂട്ടി. അപ്പോൾ ഇവർ പുറമെ പണിക്ക് പോകും. അതുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ പാലിൻ്റെ പശുവിനെയൊക്കെ അങ്ങനെ ജീവിക്കും. പണ്ട് പിന്നെ ഒരാഴ്ചയിൽ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ പണി ഉണ്ടാവില്ല, പുറമെ പണിക്ക് പോകണമല്ലേ. ഇപ്പോൾ സ്ഥിര വരുമാനമായി. പിന്നെ ചാണകമൊക്കെ ഉള്ളത് കൊണ്ട് കാപ്പിച്ചെടികൾക്കും മുളക് വള്ളിക്കൊക്കെ വളമായിട്ട് കിട്ടി. ഇപ്പോൾ ഒരു പശുവും ഒരു കിടാരിയും ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറവ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ വരുമാനം നിന്ന് പോവുക. അപ്പോൾ അതിലേക്ക് ഒന്നിനെയും കൂടി അനുവദിച്ച് കിട്ടിയാൽ കറക്കുന്നതിനെ തന്നെ കറവുള്ളതിനെ. കുറേ ആൾക്കാർക്ക് കള്ളുകുടിയായിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പം അതിനൊന്നും സമയമല്ല. പശുവിനെ കിട്ടിയത് കാരണം അതിൻ്റെ പണിയും പിന്നെ കുറച്ച് പൈസയൊക്കെ ഞങ്ങൾക്ക് മാറ്റി വെക്കാൻ സഹായിക്കുന്നുണ്ട്. കന്നുകാലികളെ വളർത്തുവാനും അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും കഴിയുന്ന ഒരു സമൂഹത്തെ ആദിവാസികൾക്കിടയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞതിന്റെ ധന്യത എന്തുകൊണ്ടും മിൽമയ്ക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സൂക്ഷിക്കാം. കാരണം ഇവർ ഇന്നലെ വരെ സമൂഹത്തിനു മുന്നിൽ പരാജയപ്പെടുവാൻ മാത്രം ജനിച്ച ഒരു പ്രാന്തവൽകൃതരായ സമൂഹമായിരുന്നു. ഇവർക്ക് മാധ്യമങ്ങളുടെ ലവണപ്രകാശം കിട്ടിയിട്ടില്ലായിരുന്നു. ഇവരുടെ നാടോടി വഴക്കത്തെയാണ് മിൽമ വീണ്ടെടുത്തത്. ഒരു കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ പാർട്ടിസിപ്പേഷനായിട്ട് വരുന്നതോടുകൂടി ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ സ്വന്തം കാശ് കൊണ്ട് പശുവിനെ വാങ്ങാൻ തുടങ്ങി. അതാണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇപ്പോൾ അവർ ത്രിഫ്റ്റ് ഗ്രൂപ്പ് തുടങ്ങി. അവർ പിന്നെ ഈ പദ്ധതിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇവരൊരു നിക്ഷേപ സമാഹരണ സംഭവം, അതിൻ്റെ ഒരു സംഘടന അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പദ്ധതിയിൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത് ഒരാൾ 25 രൂപ വെച്ച് മുടക്കണമെന്നാണ്. ഇപ്പോൾ ഇവർ സ്വയം വന്ന് 50 രൂപ വെച്ച് ആഴ്ചയിൽ അടയ്ക്കുകയാണ്. അപ്പോൾ അതൊരു ഫണ്ടായി വരികയാണ്. ഈ ഫണ്ട് ഒരു പ്രത്യേക ലെവലിൽ എത്തുമ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഒരു കോൺട്രിബ്യൂഷൻ്റെ ഇപ്പോൾ 50,000 രൂപ ഗവൺമെൻറ് ഈ പ്രോജക്റ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 25,000 കൂടെ നമ്മൾ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അവരുണ്ടാക്കുന്ന നിക്ഷേപത്തിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതവും കൂടെ ചേരും. അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊരു ഫണ്ടാകുമ്പോൾ ഇവരുടെ അരക്ഷിത അവസ്ഥകളിലൊക്കെ പെട്ടെന്ന് ഒരു പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ന്യൂട്രീഷണലി അവർ മുന്നിലേക്ക് വന്നു. അവരുടെ സ്വാശ്രയ ബോധം നന്നായി. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു. വളർച്ചയെക്കുറിച്ച് അവരുടെ പരമ്പരാഗത സങ്കല്പങ്ങളെ മാറി. അപ്പോൾ കേവലം ഒരു പശുവിനെ കൊടുത്ത് പാലുണ്ടാക്കുന്ന ഒരു ചെറിയ
ഒരു പരിപാടി എന്ന പോലെ അല്ല നമ്മളിതിനെ കാണുന്നത്. ചെറിയൊരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ നമ്മൾ സ്വാശ്രയ ബോധത്തിലൂടെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സുഗന്ധഗിരി പ്രോജക്റ്റിന്റെ ഭാഗമായി ഓരോ കുടുംബത്തിനും ലഭിച്ച കന്നുകാലികൾക്ക് കൃത്യമായ സമയങ്ങളിൽ വൈദ്യസഹായം എത്തിക്കുവാനും മിൽമ ശ്രദ്ധിച്ചു പോരുന്നു. പാവപ്പെട്ട കർഷകന്റെ ഒരേ ഒരു ജീവിതമാർഗത്തിന് ഒരു രീതിയിലുമുള്ള പ്രതിസന്ധിയും വരുത്താതിരിക്കുവാനുള്ള ജാഗ്രത, അതാണ് വെറ്റിനറി ഡോക്ടറുടെ കൃത്യമായ സേവനത്തിലൂടെ മിൽമ ഉറപ്പാക്കുന്നത്. നമ്മളിവിടെ ഈ പ്രൊജക്റ്റിലെ ആളുകളെ മാസത്തിലൊരിക്കലെന്ന നിലയിൽ വിളിച്ച് ഒരു സ്ഥലത്ത് അവരെ കൂട്ടി നമ്മൾക്കവർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന നിലയിൽ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പല അവയർനെസ് പ്രോഗ്രാംസും നടത്താറുണ്ട്. കാരണം അവരുടെ ഇടയിൽ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ നമ്മൾ ക്ലാസ്സുകൾ നൽകാറുണ്ട്. പിന്നെ പശുക്കളെ വളർത്തുന്ന രീതിയെപ്പറ്റിയും നന്നായി പരിപാലിക്കേണ്ടതിനെ പറ്റിയും കൃത്യമായിട്ട് അസുഖം വരുന്ന സമയത്ത് നമ്മളെ അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയെല്ലാം അവർക്ക് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. രാവിലെ 9 മണി തൊട്ടാണ് നമ്മുടെ ഓഫീസ് ഡ്യൂട്ടി ആരംഭിക്കുന്നത്. ഏകദേശം 4 മണി 5 മണി വരെ നമ്മുടെ സേവനം ഇവിടെ ലഭ്യമാണ്. ആളുകൾ ഇവിടെ വന്ന് നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഫോൺ മുഖാന്തരം അല്ലെങ്കിൽ നേരിട്ട് വന്ന് അറിയിക്കാറുണ്ട്. നമ്മൾ അവരുടെ വീടുകളിൽ പോയിട്ടാണ് അധികം ചികിത്സ കൊടുക്കുന്നത്. മരുന്നിനുള്ള പണം ഇപ്പോൾ അവർ തന്നെയാണത് മീറ്റ് ചെയ്യുന്നത്. ചെറിയ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മരുന്ന് പുറമേക്ക് എഴുതി കൊടുക്കാറുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ മെഡിസിൻസ് ഇല്ലാത്തതുകൊണ്ട് പുറമേക്ക് എഴുതി കൊടുത്തിട്ട് അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എല്ലാത്തിനും കൃത്യസമയത്ത് തന്നെ സഹായം ലഭ്യമാക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഈ വിജയം മിൽമയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ്. ആധുനിക കാലത്തിന്റെ അതിജീവന തന്ത്രങ്ങളൊന്നും സ്വായത്തമാക്കിയിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി നടത്തിയ വലിയ ഉദ്യമത്തിന്റെ ഫലശ്രുതി. അത് മിൽമയ്ക്കിന്ന് കൂടുതൽ പ്രോജക്റ്റുകൾ നേടിക്കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് മിൽമയുടെ ഈ വലിയൊരു ശക്തി, മിൽമയ്ക്ക് നമ്മൾ പണം നിക്ഷേപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ പൊലിപ്പിക്കുന്നതിൽ വിദഗ്ധരാണ്, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്നതിൽ വിദഗ്ധരാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി ഇപ്പോൾ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സുഗന്ധഗിരി പ്രോജക്റ്റിൻ്റെ സക്സസ് കഴിഞ്ഞ ശേഷം വയനാട്ടിൽ ഞങ്ങൾക്കിപ്പോൾ മാനന്തവാടി ബത്തേരി താലൂക്കുകളിലേക്ക് അടിയ പണിയ കമ്മ്യൂണിറ്റിക്ക്, നമുക്കറിയാം നമ്മുടെ മിനിസ്റ്റർ ശ്രീമതി ജയലക്ഷ്മി ഈ വയനാടുകാരിയാണ്. അപ്പോൾ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ഉത്സുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ സക്സസിന് ശേഷം ഇപ്പം വേറൊരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഏതാണ്ട് 2.25 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കാനില്ല. അതിൻ്റെ പരിപാടികളൊക്കെ ഞങ്ങൾ തുടങ്ങിയാണ്. അട്ടപ്പാടിയിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. നിലമ്പൂർ, അതായത് മലപ്പുറം ജില്ലയിലെ ഷെഡ്യൂൾ ട്രൈബ് 2 കൂട്ടർക്കും വേണ്ടിയിട്ട് വലിയൊരു തുക ഞങ്ങളെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യവും രോഗങ്ങളും അറിവില്ലായ്മകളുമെല്ലാം ചേർന്ന ഒരു ജനതയെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള മിൽമയുടെ ശ്രമം പുതിയ ജ്യോതിർബിംബങ്ങളായി തീർന്നിരിക്കുന്നു. പാപികളുടെ വഴിത്താരയിൽ നിന്നും സമ്പൂർണ്ണ ലാവണ്യത്തിലേക്ക് ഇവരെ സമദൃഷ്ടിയോടെ കൊണ്ടുവന്ന സഹജാവബോധത്തെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാം. മലങ്കാറ്റിന്റെ ചൂളം വിളിയോടെ ചുരം കയറി വരുന്ന കാറ്റിപ്പോൾ ഈ വിജയഗാഥയാണ് പാടുന്നത്. കോടച്ചുരുളുകൾ അഴിയുന്ന കൊല്ലികളും നീലാകാശത്തിലെ വെള്ളിമേഘച്ചീളുമെല്ലാം കാവൽ നിൽക്കുന്ന വയനാടിന്റെ പ്രകൃതിയിൽ മിൽമ ഇനിയും പുതിയ മാതൃകകൾ സൃഷ്ടിക്കട്ടെ.